ഇന്ന് പാറൂസ് പാൻട്രിയിൽ നല്ല കുട്ടനാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടനാട് അതുപോലെ തന്നെ കോട്ടയം, പാല ഈ സൈഡിലൊക്കെ ഈ ഒരു രീതിയിലാണ് ബീഫ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് റെഡിയാക്കാം. അപ്പം ബീഫ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് മാറിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ബീഫ് നമ്മൾ ഇതിനെക്കാട്ടും ചെറുതാവും കുക്കായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിൽ താഴെയുള്ള അത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. അപ്പോൾ ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടേക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും നമ്മുടെ ഇതിന്. ഫ്രൈ ചെയ്യുന്നത് ഉണ്ട്, എന്നാലും ഇതെന്തായാലും നിങ്ങൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കണേ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ സവാളയാണ്, ഒനിയൻ. അപ്പം ഇതും ഇതുപോലെ തന്നെ നമ്മൾ വേവുന്നതിനകത്ത് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടെ, ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഇത് ഫുള്ള് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പം ഈ മസാലയൊക്കെ നമ്മൾ ഏതൊക്കെ മസാലയാണോ ഇതിനകത്ത് ചേർക്കുന്നത്, അതായത് നമ്മുടെ ബീഫ് റോസ്റ്റിന് ആ മസാലയെല്ലാം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. കാരണം അപ്പം ഇത് കുക്കാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കും. അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ റോസ്റ്റ് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ബീഫിൻ്റെ പീസിലും ഒക്കെ നന്നായിട്ട് മസാല ആയിട്ടുണ്ടായിരിക്കും. അതല്ല, നമ്മൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് തലേദിവസം ഇങ്ങനെ കറിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് വരട്ടിയെടുക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് റെഡിയായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല മസാലയൊക്കെ നന്നായിട്ട് റെഡിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് നന്നായിട്ടെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു 3 തൊട്ട് 5 വിസിൽ വരെ. ഇപ്പം അത് ബീഫിൻ്റെ വേവിനനുസരിച്ചാട്ടോ. എനിക്കിവിടെ ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു 4 വിസിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇത് വെന്തത്. അപ്പോൾ നമ്മളിതിനകത്ത് വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി, കാരണം ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഓൾറെഡി ഇറങ്ങും. അതായത് ഇപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം 4 വിസിലിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാം വെന്തിട്ടുണ്ട് നമ്മളുടെ ബീഫ്. അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തേക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വേവ് മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂണാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫുൾ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് ഇഷ്ടമുള്ളവർക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഞാനിവിടെ കടുക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് മസാല, അതായത് ഒരു കഷ്ണം ഏലക്ക, ഒരു കഷ്ണം ഗ്രാമ്പൂ, ഇത്തിരി പട്ട, പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ, നമ്മളുടെ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അതായത് ചെറിയ പീസാക്കിയിട്ടുള്ളത്. ഈ പീസ് ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊരു ചെറിയ പീസാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ബീഫിനകത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് റോസ്റ്റിനകത്തും ബീഫ് ഫ്രൈക്കകത്തും ഒക്കെ തേങ്ങാക്കൊത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ഫ്രൈ ആക്കി ഒരു 1/4 ഭാഗം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഒരു ബ്രൗൺ ആവുന്ന സമയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളോ ചേർത്ത് കൊടുക്കണം, കാരണം ഇതിപ്പോൾ മുഴുവനായിട്ട് വേവിച്ചാൽ ബ്രൗൺ ആക്കിയാൽ പിന്നെ ബാക്കി നമ്മൾ ഈ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നതൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടങ്ങ് ബ്രൗൺ ആയി പോകും, ഒരു കരിഞ്ഞൊരവസ്ഥയാവും. അപ്പം ഇനി നമ്മളിതിനകത്തോട്ട് കുറച്ച് ഗാർലിക്ക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ജിഞ്ചറും അതുപോലെ തന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണൊക്കെ കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തേക്കാണ് ജിഞ്ചറും. പിന്നെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതായത് ഈ കോക്കനട്ടിൻ്റെ കൂടെ ഇതിപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കോക്കനട്ട് പീസസ് കറക്റ്റായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളക് കൂടെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഇത് അധികം എരിയില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓനിയൻ ചേർക്കുക. ഇതിപ്പോൾ ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തേക്കാണ്. ഇത് നമുക്കിതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് പെട്ടെന്ന് ഫ്രൈ ആകുമല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരും. അപ്പോൾ ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഇത് വഴട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വഴറ്റണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ വഴട്ടിയെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെയാകുമ്പം 2 ദിവസം ഇരുന്നാലും ബീഫ് ചീത്തയായി പോകത്തില്ല. അപ്പോൾ അതായത് ഇപ്പോൾ അത്യാവശ്യം വഴണ്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സമയത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതിപ്പം അധികം എരിയില്ലാത്ത പൗഡറാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. ബാക്കിയും കൂടെ ചേർക്കണം. അപ്പോൾ ഫസ്റ്റ് ഇത്രയും നമുക്കൊന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന 2 പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഒരു പിഞ്ച് വറുത്ത ജീരകത്തിൻ്റെ പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും. ഇത് രണ്ടും എന്ന് പറയണതില്ലേ, ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്, നിങ്ങളിത് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണിത്. ഇത് ഇങ്ങനെ കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഞാൻ പറയാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ നമ്മളുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഗരം മസാല ചേർത്തല്ലോ, അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആകുമ്പോഴത്തേക്ക് മസാലയുടെയൊക്കെ ഒരു നല്ല ഫ്ലേവർ വരും. അപ്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്തു. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ആവണം ഈ പൊടികളെല്ലാം കേട്ടതാ. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് നല്ല ഫ്രൈ ചെയ്തെടുക്കണം മസാലയെല്ലാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്തേക്ക് നമുക്കെന്താ നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് വഴണ്ടതിന് ശേഷം. അപ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കുക. മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് എല്ലാം ബീഫൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാല നല്ല ഡ്രൈ ആയിട്ടിരുന്നതല്ലേ, അപ്പം നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി ഈ ബീഫായിട്ടൊന്ന് യോജിപ്പിക്കണം. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരത്തുള്ളൂ. എന്നിട്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും മസാലയും ഒക്കെ ഒന്ന് നോക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ടേസ്റ്റിൽ മസാല കുറവാന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബീഫ് റോസ്റ്റിനകത്ത്. അപ്പം പെപ്പർ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം ഈ ബീഫിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത്യാവശ്യം നമുക്കിപ്പം ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വറ്റുകയും ചെയ്യും. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈസിയാണ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പതുക്കെ ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പം എത്രമാത്രം റോസ്റ്റ് ആവണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ചിലർ നല്ല ഡ്രൈ ആക്കി എടുക്കും, അല്ലാതെ ചിലർ ചെറിയൊരു അതായത് ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ. അപ്പം ഞാനിവിടെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ച് ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതൊരു ഇപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഒന്ന് കളറൊക്കെ മാറി കുറച്ചുകൂടെ ഒന്ന് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും മതി കണ്ടോ. ഇതിപ്പം പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് എന്നാൽ ഗ്രേവി എല്ലാം ആ പീസസൊക്കെ ആയിട്ട് നല്ല ചേർന്നായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ള് കായം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രുചി കൂട്ടാനുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചേർക്കണം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. ഈ കായവും ഉലുവാപ്പൊടിയൊക്കെ എന്ന് പറയുന്നത് ഈ ബീഫിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഫ്ലേവറും ഒക്കെ നന്നായിട്ട് കൂട്ടുന്നൊരു ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മീറ്റിന് അല്ലെങ്കിലും ചിക്കനെ പോലെ ഒരു പുളിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. തക്കാളി ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള റോസ്റ്റിനൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ കുട്ടനാടൻ ആ ഭാഗത്തോട്ടൊക്കെ നമ്മൾ തക്കാളി ചേർക്കാറില്ല. പിന്നെ ഞാൻ അതിനകത്തോട്ട് 1 പിടി കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ നന്നായിട്ട് ഞെവടി ഈ ചൂടായ ബീഫിനകത്തോട്ട് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത കറിവേപ്പിലയുടെ ടേസ്റ്റിനെക്കാട്ടും ഈ ഒരു കറി ലീഫിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ബീഫിൽ കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി ഈ കറിവേപ്പില ഈ ബീഫായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയായപ്പോഴത്തേക്ക് നമ്മളുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാൻ ലാസ്റ്റ് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം കുറച്ച് ചതച്ച കുരുമുളക് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേളിൽ. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതിങ്ങനെ ചതച്ച് ഇട്ട് കൊടുക്കാറുണ്ട്, കോട്ടയം പാലാക്ക് സ്റ്റൈലിൽ അവിടോട്ടൊക്കെ. അപ്പം എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നേരെ സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വെക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഉലുവാപ്പൊടിയും പിന്നെ കായപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.